പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടിയുടെ ഒരു ടിപ്പാണ്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇത്. എനിക്കാണെങ്കിൽ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഓൾറെഡി എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. കാരണം നല്ല രീതിയിലെന്ന് വെച്ചാൽ ശരിക്കും മുടിയുള്ള എനിക്ക് ഇവിടെ എല്ലാം ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ നെറ്റിയൊക്കെ കയറി ഒരുപാട് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോ ടിപ്പുകളൊക്കെ ചെയ്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് നിന്ന് നല്ല രീതിയിൽ ചെറിയ ചെറിയ ബേബി ഹെയർസ് ഒക്കെ വന്ന് നല്ല രീതിയിൽ മുടിയൊക്കെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പോൾ ഇതുപോലൊരു പനിയൊക്കെ വന്ന് അതിൽ ഞാൻ ഈ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വന്നു. ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വന്നപ്പോഴേക്കും വീണ്ടും ഇതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ചെറിയ രീതിയിൽ അങ്ങോട്ട് തുടങ്ങാൻ തുടങ്ങി. ചെറിയ രീതിയിൽ അങ്ങോട്ട് തുടങ്ങി. കാരണം നമ്മളിങ്ങനെ മുടി കൈകൊണ്ട് തൊടാൻ പറ്റാത്ത ഒരവസ്ഥയായി. തൊട്ട് കഴിഞ്ഞാൽ അത്രയും ഊരി വരുന്ന രീതിയിൽ മുടി കൊഴിച്ചിലായി തുടങ്ങിയായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ചെറിയ ടിപ്പുകളൊക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പം ചെറിയ രീതിയിൽ മാറി മാറി വന്നിട്ടുണ്ട് മുടി കൊഴിച്ചിലൊക്കെ. കാരണം നേരത്തെ 10 മുടി കൊഴിഞ്ഞിടുന്നിടത്ത് ഇപ്പം 5 മുടിയായി. വീണ്ടും അത് ഇന്നും കുറഞ്ഞ് 2 മുടിയായി. ഇപ്പം നമ്മൾ ചീപ്പി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇങ്ങനെ മുടി ഇങ്ങനെ കോതി കഴിഞ്ഞ് കഴിഞ്ഞാലോ മുടി വരാത്ത ഒരവസ്ഥയിലേക്ക് കയ്യിലേക്ക് മുടി വരുന്നില്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ മുടികൾ കീർത്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത ടിപ്പ് എന്താണെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ ഉപയോഗിച്ച് നാളെ മുതൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് തുടങ്ങും. കാരണം നമ്മൾ മുടിയൊക്കെ ചീകുമ്പോൾ ചീപ്പിൽ വരുന്ന മുടിയുടെ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറവാണെന്നുള്ളത്. പിന്നെ ഏകദേശം ഒരു 4-5 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരാനും തുടങ്ങും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്ന ഒന്നാണ് ഇത്. എന്ന് കരുതി റിസൾട്ട് അറിയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് നിർത്തി പോകരുത്. വീണ്ടും നമ്മൾ തുടർച്ചയായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് ആദ്യം തന്നെ വേണ്ടുന്നത് പേരയുടെ ഇലയാണ്. പേരയുടെ ഇല എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിളുന്ന ഇലയൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് മുറ്റിയ ഇല എടുക്കരുത്, നല്ല കിളുന്ന ഇല എടുക്കണം. അതിനാണ് ഗുണം ഏറ്റവും കൂടുതലുള്ളത്. കിളുന്ന ഇല എടുക്കുക. ഇത് നമുക്ക് ഒരു 6 ഇലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഒരു 6 ഇലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഇലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ മണ്ടയില ഇത് നമുക്ക് കുറച്ച് തണ്ടോടുകൂടി ഇട്ടേക്കാം. അത് ഭയങ്കര ഗുണമുള്ളതാണ്. അപ്പം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പേരയിലെന്ന് പറയുന്നത് വളരെയധികം ഗുണമുള്ളതാണ്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. പണ്ട് മുതലേ മുത്തശ്ശിമാരുടെ കാലം മുതലേ ആൾക്കാർ പേരയില ഇതുപോലെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മുടിക്കായൊക്കെ മാറുന്നതിനും താരനൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം നല്ല രീതിയിൽ എഫക്റ്റായിട്ടുള്ള ഒന്നാണ് ഈ പേരയില എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മുടിക്കായ നമുക്കറിയാമല്ലോ, മുടിയുടെ തുമ്പത്ത് ഒരു ചെറിയ കെട്ട് പോലെ വരുന്ന ഒരു സംഭവമാണ് മുടിക്കായ എന്ന് പറയുന്നത്. അപ്പോൾ ആ മുടിക്കായൊക്കെ മാറുന്നതിന് ഈ പേരയിലയും തലേന്നത്തെ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം, അരി ഊറ്റി കഞ്ഞിവെള്ളവും കൂടി നന്നായിട്ട് അരച്ച് ആ കഞ്ഞിവെള്ളത്തിൽ ഈ പേരയില നല്ല രീതിയിൽ അരച്ചതിന് ശേഷം മുടിയിൽ തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ എത്ര വലിയ മുടിക്കായാണെങ്കിലും മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഈ പേരയില. അങ്ങനെ പല പല രീതിയിലും മുടിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് പേരയില എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്ന ഒന്നാണ് പേരയില. നമ്മൾ പറയത്തില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെയാണ്. നമുക്കുള്ള വീട്ടിൽ തന്നെയുള്ള ഈ പേരയിലയുടെ ഗുണങ്ങൾ അറിയാതെ തന്നെയാണ് നമ്മൾ ഈ റോസ്മേരി പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ ഡബിൾ ഗുണം തരുന്നതാണ് നമ്മുടെ പേരയില എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ കഴുകിയിട്ടില്ല. ഇതെല്ലാം നമുക്കൊന്ന് കഴുകിക്കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ,
നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്, വളരെയധികം ഗുണമുള്ളതാണ്. കറിവേപ്പില ഉള്ളിലേക്ക് കഴിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഇത് അരച്ച് താളിയുടെ കൂടെ തലയിൽ തേക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെയുള്ള ഈ വെള്ളം തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. എല്ലാ രീതിയിലും കറിവേപ്പില മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ, എനിക്കറിയാവുന്ന കുറച്ച് 2-3 പേരുണ്ട്, അവർ കറിവേപ്പിലയും നെല്ലിക്കയും കൂടി അരച്ച് കഴിക്കാറുണ്ട്. കാരണം അവർക്കൊക്കെ ശരിക്കും മുടിയുള്ള ആൾക്കാരാണ്. മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നെല്ലിക്കയും കറിവേപ്പിലയും കൂടി അരച്ച് ഉരുട്ടി കഴിക്കുന്ന ആൾക്കാർ എനിക്കറിയാവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നല്ലതാണ് മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി എടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ടുവരാം. ഞാൻ കഴുകിയതല്ല ഇത്, നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ്. ഇതുപോലെ 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം, ഏത് ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം അളവിനായിട്ട്. ആ ഗ്ലാസ്സിൽ ഏത് ഗ്ലാസ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിപ്പോൾ ഇതുപോലെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും തിളയ്ക്കുന്ന സമയത്തിന് മുമ്പിട്ട് തന്നെ നമുക്ക് അതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. അത് നമ്മുടെ ഉലുവയാണ്. കുറച്ച് ഉലുവ ചേർത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അതിലേക്ക് 5 ഗ്രാമ്പുവാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കറിയാം ഉലുവയും ഗ്രാമ്പും എല്ലാം മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതിനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് ഈ ഗ്രാമ്പു, അതായത് ഉലുവ എന്നിവയൊക്കെ. കാരണം നമുക്കറിയാം ഉലുവ കൊണ്ട് നമ്മൾ ഓരോന്നൊക്കെ പാക്കുകളൊക്കെ തയ്യാറാക്കി തലയിൽ തേക്കാറുണ്ട്. കാരണം അതൊക്കെ നമുക്ക് തലമുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 5 ഗ്രാമ്പുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഇത് രണ്ടും കൂടി വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കുന്നതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ എല്ലാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 6 പേരയിലയും നമുക്ക് ഇട്ട് കൊടുക്കണം. എല്ലാ പേരയിലയും ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ കറിവേപ്പില തണ്ടോടുകൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തണ്ടോടുകൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരടപ്പ് കൊണ്ട് അടച്ചങ്ങ് വെച്ചിരിക്കുക. ഇനി ഇത് തിളയ്ക്കാനായിട്ട്, ഇല ഇട്ടതിന് ശേഷം ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. നമുക്ക് ഇതുപോലെ അങ്ങ് അടച്ച് വെച്ചിരിക്കണം. ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഏകദേശം ഒരു മണിക്കൂർ നേരത്തേന് അതുപോലെ അവിടെ തന്നെ ഇരിക്കണം. അവിടെ തന്നെ ഇരുന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി വരാം. എല്ലാം നന്നായിട്ട് ആറിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം 1 മണിക്കൂറിനടുത്തൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുകൊണ്ടല്ലേ തുറന്നപ്പോൾ ഇലയെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അങ്ങ് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയെല്ലാം അങ്ങ് മാറ്റണം. മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. ഞാനിപ്പോൾ അരിക്കാനായിട്ടൊരു പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തു. ഇതിനെ ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആറിക്കഴിയുമ്പോൾ ഒരു സ്പ്രേ ബോട്ടിലെങ്ങാണ് ഒഴിച്ച് വെക്കുകയോ ഒരു കുപ്പിയിൽ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു 7 ദിവസം വരെയൊക്കെ ഈ വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വയ്ക്കണം. അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അതിന് മുമ്പിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഈ വാട്ടർ നമ്മൾ തയ്യാറാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് മുടി 2 ഭാഗമായിട്ട് എടുക്കണം.
ഇതുപോലെ 2 ഭാഗമായിട്ട് മുടി എടുത്തിടുക. മുടി എടുത്തിട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോതി നമ്മുടെ മുടിയിൽ കെട്ടൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കുക. കാരണം കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കെട്ട് നമ്മൾ ചീപ്പ് കൊണ്ട് ചീകി കൈ കൊണ്ട് എടുക്കാതെ തന്നെ ചീപ്പ് കൊണ്ട് ചീകുകയാണെങ്കിൽ കെട്ടെല്ലാം ചീപ്പിൽ പൊട്ടിയിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും കെട്ട് എടുക്കാതെ നമ്മൾ ഒരിക്കലും ചീപ്പ് കൊണ്ട് ചീകരുത്. ഇതുപോലെ നന്നായിട്ട് കെട്ട് 2 ഭാഗത്തായിട്ട് മുടി ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കെട്ടെല്ലാം എടുക്കുക. ചെറിയ കെട്ടൊക്കെ മുടിയിലുണ്ട്. എപ്പോഴും കെട്ടില്ലാതെ മുടി സൂക്ഷിക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം കെട്ടില്ലാതെ സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും. തന്നെ നമുക്ക് മുടിയിൽ താരനൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. താരനൊക്കെ ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാവും. ഇപ്പം ഞാൻ മുടിയുടെ കെട്ടെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ. അപ്പം നല്ല സ്മൂത്തായിട്ട് കിടക്കുകയാണ്. എനിക്ക് കെട്ടൊന്നും ഇല്ലാതിരിക്കുക. ഇതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കണം. ചീപ്പ് വെച്ച് നന്നായിട്ട് ഒന്ന് ചീകി കൊടുക്കുക. ഇല്ലേ, ചീപ്പിൽ മുടിയൊന്നുമില്ല, ഒരു മുടിയുണ്ട്. ഈ ഒരു മുടി മാത്രമേ ചീപ്പിലുള്ളൂ. അല്ലാതെ എൻ്റെ കയ്യിലും വലുതായിട്ട് മുടിയൊന്നുമില്ല. കൈ കൊട്ടെടുത്തിട്ടും മുടിയൊന്നും വലുതായിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് ചീപ്പി കൊടുക്കുക. ചീപ്പി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പുറകോട്ടിടാം. ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കൈ കൊണ്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാട്ടർ സ്പ്രേ ബോട്ടിൽ ഒന്നുകിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് നമുക്ക് സ്കാർഫിലെല്ലാം ഇതേപോലെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം സ്കാർഫിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മസാജ് ചെയ്യാം. ഇപ്പം ഞാനിപ്പം സ്പ്രേ ബോട്ടിലൊന്നും ഒഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലേക്കാണ് എടുക്കുന്നത്. കുറേശ്ശെ എടുത്തതിന് ശേഷം ഇതുപോലെ തേച്ച് കൊടുക്കും. സ്കാൽഫിൽ വേണം നല്ല രീതിയിൽ തേച്ച് കൊടുക്കാനായിട്ട്. സ്കാൽഫിൽ എല്ലാ സ്ഥലത്തും നമുക്കിതുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കും. അതുപോലെ മുടിയുടെ അറ്റത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ മുടി ഇങ്ങനെ പിടിച്ചതിന് ശേഷം അറ്റത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഈ വാട്ടർ നന്നായിട്ട് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുറച്ച് സമയം എടുത്ത് നമ്മൾ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ മസാജിങ് വളരെ എഫക്റ്റീവാണ് മുടിക്ക്. നല്ല രീതിയിൽ മുടി വളരുന്നതിനും അതുപോലെ തന്നെ കൊഴിച്ചിലൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് നമ്മൾ ഈ ഇതുപോലെ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നല്ല രീതിയിൽ മസാജും ഒക്കെ ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് ഡ്രൈ ആവുന്നതുവരെയും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് കെട്ടി വയ്ക്കാവൂ. നന്നായിട്ട് ഡ്രൈ ആവണം. ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്കിത് നന്നായിട്ട് കെട്ടി വയ്ക്കാവുന്നതാണ്. കെട്ടിവെച്ച് ഇത് രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കാരണം വളരെയധികം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ റോസ്മേരി വാട്ടറൊക്കെ നമ്മൾ നല്ല വില കൊടുത്താണ് ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ വാങ്ങിക്കുന്നത് ഒരു കാര്യമില്ല. കാരണം നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള ഇതേപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പേരയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഗുണങ്ങളുള്ളതാണ് മുടിയുടെ വളർച്ചയ്ക്ക്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് കറിവേപ്പിലയുടെ ഗുണങ്ങളും ഉലുവയുടെ ഗുണങ്ങളും നമുക്കറിയാം. അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ഗ്രാമ്പു ഇതെല്ലാം നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വില കൊടുത്തൊന്നും മേടിച്ച് ഇതൊന്നും ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത് തയ്യാറാക്കി
ഉപയോഗിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല സൂപ്പർ റിസൾട്ടും കിട്ടും. റോസ്മേരി വാട്ടറൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ 2 ഇരട്ടി റിസൾട്ട് കിട്ടുന്നതാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമുക്ക് എല്ലാ ദിവസവും മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും 2 നേരം വീതം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ 4 ദിവസം തേച്ചതിന് ശേഷം നമുക്ക് കുഴപ്പമില്ല, ഇനി മുടി അങ്ങ് വളർന്നോളൂ എന്ന് കരുതി വിട്ടിട്ട് പോകരുത്. ഒരു കാരണവശാലും നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. ഇതേപോലെ ഒരു ദിവസം 2 നേരം വെച്ച് എല്ലാ ദിവസവും ഉപയോഗിച്ചിട്ട് 3 മാസം വരെ കറക്റ്റായിട്ട് ഇതുപോലെ ഉപയോഗിച്ചതിന് ശേഷം ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ വെച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. കാരണം എപ്പോഴും ഇത് നമ്മുടെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. നമുക്ക് 7 ദിവസം വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.